മുഹറം മാസത്തിൽ വിവാഹം കഴിക്കാമോ ഇല്ലയോ എന്നുള്ള പലരുടെയും സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. അല്ലാഹു തആല ആദരിച്ച 4 മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം എന്നത് മാത്രമാണ് ഇസ്ലാമിൽ അതിനുള്ള പ്രത്യേകത. അതുപോലെ തന്നെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നുകൂടിയാണ് മുഹറം. ഇതര മാസങ്ങളെ അപേക്ഷിച്ച് മുഹറം മാസത്തിൽ കുറ്റകൃത്യങ്ങളും വിദ്വേഷങ്ങളും ശത്രുതയും കൂടുതൽ ഗുരുതരമായി ഗണിക്കപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപൂർവം മുഹറം മാസത്തെ അള്ളാഹുവിൻ്റെ മാസമെന്ന് അഭിസംബോധന ചെയ്യുകയുണ്ടായി. മുഹറം മാസത്തിൽ നോമ്പെടുക്കുന്നത് സംബന്ധിച്ച് പ്രവാചകനോട് ഒരു സഹാബി ചോദിച്ചപ്പോൾ, റമളാനു ശേഷം ഏതെങ്കിലും മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അത് മുഹറം മാസത്തിലാവട്ടെ എന്നാണ് പ്രവാചകൻ അതിന് മറുപടി നൽകിയത്. അത് അള്ളാഹുവിൻ്റെ മാസമായതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ അങ്ങനെ ഒരു മറുപടി കൊടുത്തത്. അതിലൊരു ദിവസത്തിലാണ് അള്ളാഹു ഒരു ജനതയ്ക്ക് മാപ്പരുളിയത്. അതിൽ മറ്റു ജനതകൾക്കും അള്ളാഹു മാപ്പരുളിയേക്കാം. ജനങ്ങൾക്ക് സന്തോഷകരമായി തീരുന്ന ഒരു മാസം എന്ന അവസ്ഥയാണ് അതിനുള്ളതെന്ന അർത്ഥം. അതിൽ നമ്മൾ വിവാഹം നിഷേധിച്ചുകൂടാ. മുഹറം മാസത്തെ വെറും ദുഃഖാചരണ മാസമാക്കി മാറ്റുകയും വിവാഹമടക്കം ഉള്ള എല്ലാ സന്തോഷ അവസരങ്ങളും നിഷേധിക്കുകയും ചെയ്ത ഈജിപ്തിലെ ഫാത്തിമികളുടെ തീവ്രതകൾ വിട്ടേച്ചുപോയ ഇത്തരം അന്ധമായ വിശ്വാസങ്ങളിൽ നിന്ന് നാമും മോചിതരാവേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ മാസങ്ങൾക്കും എല്ലാ ദിവസങ്ങൾക്കും വിവാഹത്തിന് പറ്റിയതാണ്. കാരണം വിവാഹം ദീനിൻ്റെ ചിഹ്നങ്ങളിലൊന്നും പ്രവാചകൻ്റെ ചര്യകളിൽപ്പെട്ടതുമാണ്. വിവാഹം കഴിച്ചവൻ ദീനിൻ്റെ പകുതി കാത്തു. ദീനിൻ്റെ പകുതി കാത്തവർക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. മുഹറം മാസത്തിൽ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ